ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ. ഇത് കണ്ടോ കൂട്ടുകാരെ, ഇന്നത്തെ കാറ്റിൻ്റെ മഴയത്തുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു, കുറച്ച് നാശനഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പ്രകൃതിക്ഷോഭം വളരെ ഭീകരം. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇന്നത്തെ ഭയങ്കരമായ കാറ്റുകൊണ്ട് പറ്റിയ സംഭവങ്ങൾ കണ്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് നിന്ന് മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണു. ഇത് കണ്ടോ, വലിയൊരു കറുകപ്പെട്ട ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ നിൽപ്പുണ്ട്. അതും ഈ കാറ്റത്ത് ഒടിഞ്ഞു വീണ് കിടക്കുന്ന കണ്ടോ. തെങ്ങ്, മാവ്, വാഴകളെല്ലാം പോയി കണ്ടോ. നിങ്ങളെ ഒന്ന് ജസ്റ്റ് എനിക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ്, എന്നിട്ടും വീഡിയോ ഞാൻ ഇവിടെ നിന്ന് പിടിക്കുക കേട്ടോ, ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇത് കണ്ടോ, വലിയൊരു ഇതാണ്, കറുവപ്പെട്ട ഒരു സിനാമൻ എന്ന് പറയത്തില്ലേ, ആ മരം ഒടിഞ്ഞു വീണു. ഒത്തിരി വർഷം പഴക്കമുള്ള മരമാണ്. എന്തോ ഒരു വലിയ ഭാഗ്യം ഞങ്ങളുടെ വീട്ടിലോട്ടല്ല വീണത്, ഓപ്പോസിറ്റ് സൈഡിലോട്ട് വീണുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. മരവും കറുകപ്പട്ടയുടെയും മാവും ഒടിഞ്ഞു വീണു, തെങ്ങ് ഒടിഞ്ഞു വീണു, പിന്നെ ലക്ഷ്മി തരു എന്ന് പറയുന്ന മരം ഒടിഞ്ഞു വീണു, 2 മാവ് ഒടിഞ്ഞു വീണു, വാഴകളെല്ലാം നശിച്ചു ഇന്ന് രാവിലത്തെ ഒരു കാറ്റും കൊണ്ട്. ഇത് കണ്ടോ, ഒടിഞ്ഞു വീണ് കിടക്കുക. ഇവിടെ പ്ലാവ് എല്ലാം ഒടിഞ്ഞു വീണു. ചക്കയൊക്കെ പ്ലാവിൻ്റെ അത് നമ്മുടെ വഴിയിലോട്ട് കിടന്നുകൊണ്ട് വലിച്ചു മാറ്റി, അതുകൊണ്ട് ചക്ക ഇവിടെ കിടക്കുന്നുണ്ട്. ചക്ക അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ മരം ഒടിഞ്ഞു വീണത് കണ്ടോ, എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഞങ്ങളുടെ മുറ്റത്ത് നല്ല തണുപ്പും ഒരു എന്താ പറയുന്നത്, ഒരു മറവും ഒക്കെ ഉണ്ടായിരുന്ന മരമാണ്. ഭയങ്കര ഒരു മരമാണ്, അതുകൊണ്ട് ഒടിഞ്ഞു വീണ് കിടക്കുന്നു. അടുത്ത മഴ വരുന്നുണ്ട്, അതിനു മുമ്പ് ഞാൻ അകത്ത് കയറട്ടെ. അപ്പോൾ ഭാഗ്യത്തിന്, സാധാരണ ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടിലാണ് കാർ ഇടുന്നത്. ഭാഗ്യത്തിന് കാറും നമ്മുടെ മുറ്റത്ത് കിടക്കുമായിരുന്നു, അതുകൊണ്ട് അതിനൊന്നും സംഭവിച്ചിട്ടില്ല. കണ്ടോ, ഞങ്ങളുടെ വീട്ടിലോട്ടാണ് പക്ഷേ ആ മരം ചാഞ്ഞ് കടന്നിരുന്നത്. വീട്ടിലോട്ട് എന്തായാലും വീണില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. മാവും ഒക്കെ ഒടിഞ്ഞു പോയി. ആ മുൻവശത്ത് നിന്ന മാവും, പ്ലാവ്, വലിയ കറുകപ്പട്ടയുടെ മരം, പിന്നെന്താ തെങ്ങ്, ഇത്രയും ഒടിഞ്ഞു പോയി, മറിഞ്ഞു വീണ്. പിന്നെ വാഴകളെല്ലാം നശിച്ച്. ഞാൻ കാണിക്കാമേ. കണ്ടോ, ഓടൊക്കെ പറന്നു പോകുമായിരുന്നു. ആ ശക്തമായ കാറ്റിൽ ഓടൊക്കെ പറന്ന് വീണ് എല്ലാം ഒടിഞ്ഞു പോയി. ഭയങ്കര നാശനഷ്ടമാണ് ഈ പ്രാവശ്യം. കണ്ടോ കൂട്ടുകാരെ, വാഴയെല്ലാം കുലച്ച വാഴകളായി ഒടിഞ്ഞു വീണ് കിടക്കുന്നത്. ഒത്തിരി വാഴകൾ ഒടിഞ്ഞു പോയി, ഒത്തിരി വാഴകൾ കണ്ടോ. ഞങ്ങളുടെ ഭയങ്കര നഷ്ടമാണ്. ഇതാണ്ട് പുറവശത്തും എല്ലാം വാഴകൾ ഒടിഞ്ഞു കിടക്കുക. ഇത് ഞങ്ങളുടെ പണ്ടത്തെ ബാത്റൂമാണ്, ഞങ്ങൾ ഉപയോഗിക്കത്തൊന്നുമില്ല. അതിൻ്റെ പുറവശത്തൊക്കെ വാഴ നിൽപ്പുണ്ട്, അതെല്ലാം ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ. എല്ലാം നശിച്ചു, ഒത്തിരി വാഴകൾ നശിച്ചു. എല്ലായിടവും വാഴകൾ. ഇനി പുറവശത്തും ഒക്കെ ഉണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. എല്ലാം ഒരുപാട് നാശനഷ്ടമാണ്. ഇനി അപ്പോൾ അടുത്ത മഴ വരുന്നുണ്ട്. കണ്ടോ, വീടിൻ്റെ പുറകുവശത്ത് നിന്ന വാഴ എല്ലാം കാറ്റത്ത്, ഈ അതിശക്തമായ കാറ്റല്ലായിരുന്നു, എല്ലാം വീണ് കിടക്കുന്നുണ്ട്. ഒത്തിരി വാഴകൾ വീണ്, ഒത്തിരി വാഴകൾ. ഇനി അങ്ങോട്ടൊക്കെ കിടപ്പുണ്ട്, ഒടിഞ്ഞൊടിഞ്ഞ് കിടപ്പുണ്ട്. അതും കുലച്ച വാഴകളാണ് കേട്ടോ. കുലച്ച വാഴകൾ കുറേ ഉണ്ട്. ദാണ്ട വാഴക്കൊല കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം കുലച്ച വാഴകളാണ് ഈ കിടക്കുന്നതെല്ലാം. പക്ഷെ നമുക്കൊരു പ്രയോജനമില്ല, കറി വെക്കാൻ പോലും കൊള്ളത്തില്ല. കുരുന്ന് കായ്ക്കള കണ്ടോ.